ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡൈനാമോമീറ്റർ ടൈപ്പ് മീറ്റർ, വാട്ട് മീറ്ററിനെ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു അതിൻ്റെ കുറച്ച് എറേഴ്സ്, അതായത് കോമൺ എറേഴ്സ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു. ഗ്രോസ് എറർ, അതുപോലെ പിന്നെ ഓരോ ടെമ്പറേച്ചർ എറർ, വോൾട്ടേജ് എറർ, അങ്ങനത്തെ കോമൺ ആയിട്ട് വരാനുള്ള മാനുവൽ എറർ, അങ്ങനത്തെ കുറച്ച് എററുകൾ പഠിച്ചു. പക്ഷേ ഈ ഡൈനാമോമീറ്റർ ടൈപ്പ് മീറ്ററുകൾക്ക് മാത്രമായിട്ട് കുറച്ച് എററുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെക്ഷനിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തും കോമൺ എററുകളും അതിൽ വരാം, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് എന്തിന് നമ്മുടെ ഡൈനാമോമീറ്റർ ടൈപ്പ് മീറ്റർ മാത്രം വരുന്ന എററുകൾ എന്ത് വരാം, അതിൽ വരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എറർ എന്ന് പറയുന്നത് എറർ ഡ്യൂ ടു വോൾട്ടേജ് കോയിൽ ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കോയിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് കറണ്ട് കോയിലും രണ്ടാമത്തത് പ്രഷർ കോയിലും. ആ പ്രഷർ കോയിലിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വോൾട്ടേജ് കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോയിലുകളൊക്കെ നമ്മളെന്താണ് ഇൻഡക്റ്റീവ് സ്വഭാവങ്ങൾ കൂടുതലുള്ള മീറ്ററുകളായാലോ നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എന്താണ്, അതിന് ഇൻഡക്റ്റൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ആ ഇൻഡക്റ്റീവ് എഫക്റ്റ് എങ്ങനെ നമ്മളിതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. എറർ ഡ്യൂ ടു വോൾട്ടേജ് കോയിൽ ഇൻഡക്റ്റൻസ്. ദ വാട്ട് മീറ്റർ വിൽ റീഡ് ഹൈ വെൻ ദ ലോ പവർ ഫാക്ടർ ഈസ് ലാഗിങ് ആസ് ദാറ്റ് കേസ് ഓഫ് എഫക്റ്റ് ഓഫ് പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ് ടു റെഡ്യൂസ് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ലോഡ് കറണ്ട് ആൻഡ് പ്രഷർ കോയിൽ കറണ്ട്. അതായത് വാട്ട് മീറ്റർ ഹൈ ആയിട്ട് റീഡ് ചെയ്യും, ലോഡ് പവർ ഫാക്ടർ ഈസ് ലാഗിങ്. ലോഡ് പവർ ഫാക്ടർ ലാഗിങ് ആവുമ്പോൾ when the load power factor is lagging as in the case of effect pressure coil inductance to reduce the phase angle. അതായത് പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും, ഫേസ് ആംഗിൾ എന്ത് ചെയ്യും, കുറയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, അത് എന്ത് ചെയ്യും, പവർ ഫാക്ടർ ലാഗിങ് ആക്കാനുള്ള സാധ്യത ഉണ്ട്. പവർ ഫാക്ടർ ലാഗിങ് ആവുമ്പോൾ എന്താണ് സംഭവിക്കുക, നമ്മൾ പവറിൻ്റെ വേരിയേഷൻ, പവർ റീഡ് ചെയ്യുന്നത് എന്ത് ചെയ്യും, കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്താ, നമ്മൾ ആ എഫക്റ്റ് കൊണ്ട് എന്താണ് ചിലപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഹൈ ആവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, കുറച്ച് എന്ത് ചെയ്യും, കൺട്രോളിങ് ടോർക്ക് ഒന്ന് ചെറുതായിട്ട് കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന റീഡിങ്ങിനെക്കാട്ടിലും വലിയ റീഡിങ് നമുക്ക് എന്ത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഹെൻസ് ദ വാട്ട് മീറ്റർ വിൽ റീഡ് ഹൈ. ഇറ്റ് ഈസ് എ വെരി സീരിയസ് എറർ. അതായത് വലിയൊരു വാല്യൂ നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതലായിട്ട്, ഇപ്പോൾ നമുക്ക് 50 വാട്ടാണ് കിട്ടേണ്ടത് വിചാരിച്ചാൽ ഒരു 55 വാട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു സീരിയസ് എറർ തന്നെയാണ്. അതുപോലെ തന്നെ ദ വാട്ട് മീറ്റർ വിൽ റീഡ് ലോ വെൻ ദ ലോഡ് പവർ ഫാക്ടർ ഈസ് ലീഡിങ് ആസ് എ കേസ് ഓഫ് എഫക്റ്റ് ഓഫ് പ്രഷർ കോയിൽ ഇൻഡക്റ്റൻസ് ടു ഇൻക്രീസ് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ ലോഡ് കറണ്ട് ആൻഡ് പ്രഷർ കോയിൽ കറണ്ട്. അതായത് എന്താണ്, ലീഡിങ് ചെയ്യുക. The watt meter lead low when the load power factor is leading as it affect pressure coil inductance is increase the phase angle. അതായത് പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ ഇൻഡക്റ്റൻസിനേക്കാളും കൂടുതൽ അവിടെ വരുന്നത് കപ്പാസിറ്റിങ് എഫക്റ്റ് ആണ്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ വാട്ട് മീറ്റർ റീഡിങ് എന്ത് ചെയ്യും, കുറയും എന്നാണ് പറയുന്നത്. നേരെ തിരിച്ചു വരികയാണെങ്കിൽ, അതായത് പവർ ഫാക്ടർ കുറയാണ്, ലീഡിങ് ആവും, എന്താണ് നേരെ ഓപ്പോസിറ്റ്. ആ ഇൻഡക്റ്റീവ് എഫക്റ്റ് സാധാരണ ഇൻഡക്റ്റീവ് എഫക്റ്റ് നിന്നും കുറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്താവും, അപ്പോൾ അവിടെ കപ്പാസിറ്റിങ് എഫക്റ്റ് കൂടും. അപ്പോൾ എന്താവും, ഹെൻസ് ദ വാട്ട് മീറ്റർ റീഡ് ലോ. ദ എറർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ കണക്റ്റിംഗ് കപ്പാസിറ്റർ ഇൻ പാരലൽ വിത്ത് സീരീസ് റെസിസ്റ്റൻസ്. അതായത് ഇൻഡക്റ്റൻസ് കൂടുമ്പോഴാണ്, പ്രഷർ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കൂടുമ്പോഴാണ് നമുക്ക് ഈ എറർ വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ സീരീസ് റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, ഒരു കപ്പാസിറ്റർ പാരലായിട്ട് എഫക്റ്റ് ചെയ്താൽ അത് രണ്ടും കൂടി എന്ത് ചെയ്തു പോകാനുള്ള സാധ്യത ഉണ്ട്, കോമ്പൻസേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അതാണ് എറർ ഡ്യൂ ടു വോൾട്ടേജ് കോയിൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് വോൾട്ടേജ് കോയിൽ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ പ്രഷർ കോയിൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നതാണ്. ദ പ്രഷർ കോയിൽ സർക്യൂട്ട് മേ ഹാവ് കപ്പാസിറ്റൻസ് ഇൻ അഡീഷൻ വിത്ത് ഇൻഡക്റ്റൻസ്. This capacitance mainly due to inductance capacitance of series resistance. The effect capacitance is opposite to that due to inductance. Therefore, wattmeter read high when the load power factor is leading. Okay. അപ്പോൾ എങ്ങനെ കപ്പാസിറ്റൻസ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ്. അതായത് ആ കപ്പാസിറ്റൻസ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, എങ്ങനെ അതിലാദ്യം പ്രഷർ കോയിലിൽ എങ്ങനെ കപ്പാസിറ്റൻസ് ഉണ്ടാകുന്നു എന്ന് നോക്കണം. നമ്മൾ ഏതൊരു കറണ്ട് സിസ്റ്റം ആയെങ്കിലും അതിലൊരു കപ്പാസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും.
കാരണം ഇപ്പോൾ നമ്മൾ രണ്ട് ലൈന് പോവുകയാണെങ്കിൽ ഫേസും ന്യൂട്രലും പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? എയർ ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് ലൈന് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എയർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ രണ്ട് കണ്ടക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ ഇടയിൽ ഡൈലക്ട്രിക് ആയിട്ട് എന്ത് ആക്ട് ചെയ്യാണ്? എയർ ആക്ട് ചെയ്യാണ്. അപ്പോൾ ആ എയർ ആക്ട് ചെയ്യുമ്പോൾ എയർ എന്താണ്? ഇൻസുലേറ്ററാണ്. അപ്പോൾ അതെന്തായി? കപ്പാസിറ്ററായി. അതിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും? ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അതിനാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചുരുളുകളാക്കുമ്പോൾ ഓരോ വൈൻഡിങ്ങിൻ്റെ ഇടയിലും എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പോൾ പിന്നെ ഇൻ്റർടേൺ കപ്പാസിറ്റൻസ്, അതായത് ഓരോ ടേണിൻ്റെ ഇടയിലും എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അതെന്താണ്? രണ്ട് കണ്ടക്ടറിൻ്റെ ഇടയിൽ ഇൻസുലേറ്റർ എയർ, അടുത്ത രണ്ട് കണ്ടക്ടറിൻ്റെ ഇടയിൽ ഇൻസുലേറ്റർ. അപ്പോൾ ആ ഇൻ്റർടേൺ കപ്പാസിറ്റൻസ് എന്തിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്? എഫക്റ്റ് കപ്പാസിറ്റി ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഡ്യൂ ടു ഇൻഡക്റ്റൻസ്. അതായത് മൂവിങ് കോയിലിൻ്റെ ഇൻഡക്റ്റൻസിനെ എന്ത് ചെയ്യാനുള്ള? ഓപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കപ്പാസിറ്റൻസ് ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? റീഡിങ് വാട്ട് മീറ്റർ ലോഡ് പവർ ഫാക്ടർ എന്താവും? ലീഡിങ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്? നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള റീഡിങ് നേരത്തെ പറഞ്ഞ അതേ എഫക്റ്റ് തന്നെ വീണ്ടും വരാനുള്ള സാധ്യത എന്താണ്? കൂടുതലാണ്. എന്താണ്? പവർ ഫാക്ടർ ലീഡിങ് ആവാനുള്ള സാധ്യതയാണ്. അതുപോലെ തന്നെ റീഡിങ് എന്ത് ചെയ്യും? നമുക്ക് 50 വാട്ടോ അല്ലെങ്കിൽ 60 വാട്ടോ കിട്ടുന്നിടത്ത് 55 വാട്ടോ 65 വാട്ടോ ഒക്കെ കിട്ടാനുള്ള സാധ്യത എന്താണ്? കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് എറർ ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. The errors may occur due to mutual inductance between the current and pressure coil of wattmeter. These errors are quite low at power frequencies but increased when increased in frequencies. Effect of mutual inductance can be avoided arranging coil system in such a way that they have no mutual inductance എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ? എന്താണെന്ന് നമുക്കറിയാം. എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി അതിൻ്റെ തൊട്ടടുത്തുള്ള കോയിലിൽ എന്ത് ചെയ്യാണ്? സപ്ലൈ ഉണ്ടാവുന്നതിന് അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയുള്ള പ്രശ്നങ്ങൾ എന്തിൽ വരാം? കോയിലിൽ വരാം. കാരണം ഫിക്സഡ് കോയിലും ഉണ്ട്, പ്രഷർ കോയിലും ഉണ്ട്. അപ്പോൾ പ്രഷർ കോയിലിന് മാഗ്നറ്റിസം വരുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിസം ഫിക്സഡ് കോയിലിന് അതിനെ ബാധിക്കാം, മൂവിങ് കോയിലിനെ ബാധിക്കാം. മൂവിങ് കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് മൂലമുണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്തിനെ? ഫീൽഡ് കോയിലിൻ്റെ ഫിക്സഡ് കോയിലിനെ ബാധിക്കാം. അപ്പോൾ രണ്ടും തമ്മിൽ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അത് നാച്ചുറൽ ഫ്രീക്വൻസിയിൽ എന്താണ്? പവർ ഫ്രീക്വൻസി, അതായത് 50 ഹെർട്സിൽ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതെന്താണ്? ഫ്രീക്വൻസി വേരിയേഷൻ വരുന്നതിനനുസരിച്ച് അതിൽ എന്തുണ്ടാവും? സീരിയസ് ആയിട്ടുള്ള വേരിയേഷൻ വരാനുള്ള സാധ്യതയും അതുപോലെ എറർ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ ഫിക്സഡ് കോയിലിൻ്റെയും മൂവിങ് കോയിലിനെയും പ്ലേസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് എഫക്റ്റ് മാത്രം എഫക്റ്റ് ചെയ്യുന്നതും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യുക? അതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനെടുക്കേണ്ട ഒരു റെമഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എഡി കറണ്ട് എററുകളാണ്. Eddy current is induced in solid metal parts. Eddy current produces their own magnetic field and they are produced by main current and current coil. This error occurred. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ എയർ കോർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഹിസ്റ്റീരിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ എയർ കോർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലെന്തുണ്ടാവും? ഈ മാഗ്നറ്റിക് ഫീൽഡിനോടനുബന്ധിച്ച് എന്തുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്? അതിൽ എഡി കറണ്ട് ഉണ്ടാവാനും ഇൻഡ്യൂസഡ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാനും അത് എഡി കറണ്ട് ഉണ്ടാവാനും എഡി കറണ്ട് ലോസ് ഉണ്ടാവാനൊക്കെ സാധ്യത എന്താണ്? കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എയർ കോർ നമ്മൾ യൂസ് ചെയ്തു എന്ന് പറയുന്നത് എയർ കോർ തന്നെ യൂസ് ചെയ്തോളുന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? അയൺ കോർ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അയൺ കോർ യൂസ് ചെയ്താൽ എറർ കൂടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എയർ കോർ കോയിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഡക്ടറുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതന്നെയാണ് അതിൻ്റെ റെമഡിക്കുള്ള കാര്യവും പറയണത്. എന്താണ്? ഈ എറർ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയണത്? സോളിഡ് മെറ്റൽ പാർട്സ് എന്ത് ചെയ്യുക? പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് സോളിഡ് മെറ്റൽ പാർട്സ് എന്ന് പറഞ്ഞാൽ കോറിലുള്ള അയൺ കോറുകൾ, അതുപോലെ പിന്നെ മൂവിങ് കോയിലും എന്താണ്? അയൺ കോറുകളൊന്നും എന്ത് ചെയ്യാതിരിക്കുക, യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? അതിൽ റെമഡി ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ ഹാസ് വീക്ക് ഓപ്പറേറ്റിംഗ് ഫീൽഡ്. Therefore, affected by stray magnetic field, it will resulting the serious errors. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? വീക്കനിങ്
ഓപ്പറേറ്റിംഗ് ഫീൽഡാണ്, ചെറിയ വലിയ ഓപ്പറേറ്റിംഗ് ഫീൽഡാണ്. അല്ലാതെ വലിയ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് കൊണ്ട് ഉണ്ടാകുന്ന വലിയൊരു, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജനറേറ്ററിലൊന്നും ഉണ്ടാകുന്ന പോലെ വലിയ മാഗ്നറ്റിക് ഫീൽഡൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്, സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുമൂലമുള്ള എഫക്റ്റ് ഉണ്ടാവാനുള്ള എറർ ഉണ്ടാവാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ്. അതിനെ പ്രോപ്പറായിട്ട് ഷീൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അതിൽ നിന്ന് എന്ത് ചെയ്യാനുള്ള, ഈ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് കുറയ്ക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളത് കുറയ്ക്കാൻ ചെയ്യേണ്ട മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഷീൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എററാണ്. എന്താണ് ടെമ്പറേച്ചർ എറർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എന്താണ് ടെമ്പറേച്ചർ എറർ? ടെമ്പറേച്ചർ എറർ എന്ന് പറയുകയാണെങ്കിൽ റൂം ടെമ്പറേച്ചർ, ദ ചേഞ്ച് ഇൻ റൂം ടെമ്പറേച്ചർ മേ എഫക്റ്റ് ദ ഇൻഡക്ഷൻ ഓഫ് വാട്ട് മീറ്റർ. This because of the change in temperature will change in resistance of the pressure coil. This effect opposite naturally cancel each other. അതായത് എന്താണെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ പ്രഷർ കോയിലും കറണ്ട് കോയിലും യൂസ് ചെയ്യുമ്പോൾ അതിനൊക്കെ എന്തുണ്ട്, ഒരു പ്രോപ്പർ റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൂടി ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ നിന്ന് മാറുമ്പോൾ കോയിലുകളുടെ എന്തിൽ വേരിയേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്, റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരാനും സാധ്യത ഉണ്ട്. ആ റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരുമ്പോൾ അത് ഇൻഡക്റ്റീവിലും നാച്ചുറലും ഒക്കെ എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, വേരിയേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമുക്ക് റീഡിങ്ങിലും അതിനനുസരിച്ചുള്ള വേരിയേഷൻ എന്ത് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, വേരിയേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ ഇതിനൊരു റെമഡി ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താ വിചാരിച്ചാൽ, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഏറ്റവും നെഗ്ലിജിബിൾ ആയിട്ടുള്ള, അതായത് ടെമ്പറേച്ചർ വാരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ എന്തിൽ സ്വഭാവത്തിൽ നാച്ചുറൽ വ്യത്യാസം വരാത്ത, മിനിമം വ്യത്യാസങ്ങൾ മാത്രം വരുന്ന, അതായത് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ മാത്രം വരുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിനൊരു റെമഡി ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണ്, എറർ കോസ്ഡ് ബൈ വൈബ്രേഷൻ ഓഫ് മൂവിങ് സിസ്റ്റം. ദ ടോർക്ക് ഓൺ ദ മൂവിങ് സിസ്റ്റം വാരീസ് വിത്ത് ഫ്രീക്വൻസി വിച്ച് ട്വൈസ് ഓഫ് ദാറ്റ് വോൾട്ടേജ്. If the parts of moving system with natural frequency which is resonance and frequency torque is pulsating, the moving system would vibrate with a considerable amplitude, then the vibration will cause error. This error can be reduced by design. അതായത് നമ്മൾക്ക് സാധാരണ രീതിയിൽ പറയുന്ന ഒരു എററാണിത്, എന്ത്, വൈബ്രേഷൻ. അതായത് ആ വൈബ്രേഷൻ എന്തിനു വരും, ഉണ്ടാവുന്ന ടോർക്കിനെ എന്ത് ചെയ്യിക്കാനുള്ള സാധ്യത ഉണ്ട്, പൾസേറ്റ് ചെയ്യിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യത്, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ള റെമഡി എന്ന് പറയുന്നത് എന്താണ്, മീറ്റർ നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ സ്റ്റഡി ആയിട്ട് വെക്കുക, വെർട്ടിക്കലായിട്ട് സ്റ്റഡി ആയിട്ട് വെക്കുക. അതുപോലെ പിന്നെന്താണ്, വൈബ്രേറ്റിംഗ് വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ പോയിൻ്ററിനൊന്നും എന്ത് ചെയ്യുക, കൂടുതൽ വൈബ്രേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഒന്നും കൊടുക്കാതെ നമ്മൾ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യാനുള്ളത്, അതിൻ്റെ ഒരു റെമഡി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എറർ ഡ്യൂ ടു മെത്തേഡ് ഓഫ് കണക്ഷൻ. രണ്ട് മെത്തേഡ് ഉണ്ട്. നമ്മൾ എ എന്ന് പറയുന്നത് സപ്ലൈ സൈഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രഷർ കോയിൽ വരുന്നത്, അല്ലേ, എമ്മും സിയും എന്താ വരുന്നത്, കോമൺ ടെർമിനൽ വരുന്നത് എന്ന് പറഞ്ഞാൽ എമ്മിലാണ്. പക്ഷേ രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ടെർമിനൽ വരുന്നത് എല്ലിലാണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും കണക്ഷൻ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതിലുണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ, ദ കണക്ഷൻ ഷോൺ ഇൻ ഫിഗർ എ, വാട്ട് മീറ്റർ റീഡ് പവർ കൺസ്യൂം ബൈ ലോഡ് പ്ലസ് പവർ ലോസ് ഇൻ കറണ്ട് കോയിൽ. അതായത് സപ്ലൈ സൈഡിലായതുകൊണ്ട് തന്നെ എന്താണ്, വാട്ട് മീറ്റർ പവർ കൺസ്യൂംഡ് ബൈ ലോഡ് കൺസ്യൂം ചെയ്യുന്ന പവറും പവർ ലോസ് കറണ്ട് കോയിലിൻ്റെ എന്താണ് പവർ ലോസുമാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. പക്ഷേ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ പവർ സൈഡിലാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് രണ്ടാമത്തെ ഫിഗർ ബിയിൽ വാട്ട് മീറ്റർ റീഡ് പവർ കൺസ്യൂംഡ് ബൈ ലോഡ് പ്ലസ് പവർ ലോസ് ഇൻ പ്രഷർ കോയിൽ. അതായത് നമ്മൾ രണ്ടാമത്തത് യൂസ് ചെയ്യുന്നത് ലോഡിങ് സൈഡിലായതുകൊണ്ട് തന്നെ പവർ ലോസ്, എന്തിൻ്റെ പവർ ലോസും കൂടി നമ്മൾ എടുക്കേണ്ടി വരും, പ്രഷർ കോയിലിൻ്റെ. മറ്റേത് കറണ്ട് കോയിലിൻ്റെ മാത്രം എടുത്താൽ മതി, ഇത് എന്ത് ചെയ്യേണ്ടി വരും, പ്രഷർ കോയിലിൻ്റെ എടുക്കണം. അപ്പോൾ ഇൻ ലോ പവർ സർക്യൂട്ട്, ചെറിയ പവർ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. കറണ്ട് വാല്യൂ ഹൈ ആയിരിക്കുമ്പോൾ വാട്ട് മീറ്റർ റീഡിങ്ങിൽ എന്തുണ്ടാവും, എറർ ഉണ്ടാവും. അപ്പോൾ ഈ എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ കോമ്പൻസേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ വൈൻഡിങ്ങും കൂടി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കണക്ഷൻ മുഖേനയുള്ള എറർ വേരിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത്, എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളോട് ചോദിക്കുമ്പോൾ ഓരോ എററുകളും നമ്മളോട് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ എത്ര എററുകളുണ്ട് എന്ന് നമ്മൾ നോക്കണം. ആ എററുകൾ
നമ്മൾ എന്താ 7 എണ്ണമാണ് ചോദിച്ചത് വിചാരിച്ചാൽ എത്ര എറർ ഉണ്ട്? നമ്മൾ പഠിക്കുമ്പോൾ അതിൽ എത്ര എറർ ഉണ്ട്? 1 2 3 4 5 6 7 8 എററുകളുണ്ട്. അപ്പോൾ മാർക്കിനനുസരിച്ച് നമ്മൾ എഴുതുക. 8 മാർക്കിനാണ് ചോദിക്കുന്നത് വിചാരിച്ചാൽ നമ്മൾ മാക്സിമം മാർക്ക് ചോദിക്കാറ് 8 മാർക്കിനാണ്. 8 മാർക്കിനാണ് ചോദിക്കുന്നത് വിചാരിച്ചാൽ 8 മാർക്കിന് 8 എറർ എഴുതുക. 7 മാർക്കിനാണ് ചോദിക്കുന്നത് വിചാരിച്ചാൽ ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു 7 എറർ എഴുതുക. ഓക്കെ, 6 മാർക്കിനാണെങ്കിൽ ഈ 8 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു 6 എറർ എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എന്ത് ചെയ്യുക, തെറവാക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ, അത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇതിൽ പറയാനുള്ളത്. എറർ ഇൻ വാട്ട് മീറ്റർ, അതായത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഓക്കെ, അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിൽ പഠിക്കാം. ഓക്കെ.